കന്യാകുമാരി ജില്ലയിലെ ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ DMK കോൺഗ്രസ് സഖ്യത്തിന് വോട്ട് അഭ്യർത്ഥിച്ച് നോട്ടീസ് വിതരണം. സംഭവത്തിൽ പ്രതിഷേധവുമായി വിശ്വാസികളിൽ ഒരു വിഭാഗം രംഗത്തെത്തി. സഭയുടെ പേരിൽ വ്യാജ നോട്ടീസ് വിതരണം നടത്തി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പിന്നിൽ DMK കോൺഗ്രസ് സഖ്യമെന്ന് BJPയും കുറ്റപ്പെടുത്തി. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുന്നതിനിടെയാണ് ക്രൈസ്തവ ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ച് നോട്ടീസ് വിതരണം നടത്തുവാനുള്ള ശ്രമം. റോമൻ കത്തോലിക് സഭാവിശ്വാസികൾക്ക് വിതരണം ചെയ്ത നോട്ടീസിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. DMK കോൺഗ്രസ് സഖ്യത്തിന് വിശ്വാസികൾ വോട്ട് ചെയ്യണമെന്നും മറ്റു മുന്നണികൾ വർഗീയ ശക്തികളാണെന്നും നോട്ടീസിൽ പറയുന്നു. സംഭവത്തിൽ ക്രൈസ്തവ വിശ്വാസികളിൽ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി. ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഉപരോധ സമരവും സംഘടിപ്പിച്ചു. மக்கள் கத்தோலிக்க மக்கள் சார்பாட்டு இங்கே ஆயரை பார்க்கறதுக்கு வந்திருக்கோம். பங்கு மக்கள் சார்பாட்டு இங்கே இப்போ என்னென்னா தமிழக சட்டப்பேரவை தேர்வில் சமய சார்பின்மை அரசியல் காப்போன்னு தலைப்பில் ஒரு நோட்டீஸ் வந்து நாளை காலையில் கோயிலில் பூசை முடிஞ்சதும் எல்லாருக்கும் துண்டறிக்கை கொடுக்குற மாதிரி ரெடி பண்ணி வச்சுருக்காங்க. இன்றைக்கி எல்லா கோயில்லையும் இந்த நோட்டீஸ் வந்துருச்சு. நாளை காலையில் பூசை முடிஞ்சது கொடுக்க வச்சுருக்காங்க. இந்த நோட்டீஸில் குறிப்பாக என்ன சொல்லியிருக்காங்கன்னா, ஒரு குறிப்பிட்ட கட்சிக்கு மட்டும், அதாவது திமுக காங்கிரஸ் கூட்டணிக்கு மட்டும் நீங்கள் வாக்களிக்கணும், மற்ற கட்சிகள்லாம் மதவாத கட்சிகள் அப்படி வாக்களிக்கக்கூடாதுன்னு சொல்லிட்டு எலெக்ஷன் கமிஷனுக்கு விதிமுறைகளை மீறி நோட்டீஸ் போடுறாங்க. இதை பப்ளிஷ் பண்ணுறது யாருன்னா தமிழக ஆயர் பேரவை தமிழ்நாடு மற்றும் கிறிஸ்தவர் வாழ்முறை இயக்கம் தமிழ்நாடு. இது உண்மை. அதுக்கு முன்னாடியே தடுக்கணும். அதுக்கு முன்னாடியே எங்களுக்கு இந்த தகவல் கிடைச்சதுனால தான் நாங்கள் இங்கே வந்தோம். ஏன்னா இது நடக்கக்கூடாது. ஜனநாயக நாட்டில் எலெക്ഷൻ കമ്മീഷനുக்கு தான் വിധിമുറകൾ നടക്കக்கூடாது. നോട്ടീസിലെ വചനങ്ങളിൽ തെറ്റുണ്ടെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും BJP ആരോപിക്കുന്നു. സഭ അറിയാതെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി മുൻ MLAയും BJP സ്ഥാനാർത്ഥിയുമായ S വിജയധരണി ജനം ടിവിയോട് പറഞ്ഞു. ഈ നോട്ടീസ് ചർച്ചുകൾ ഇഷ്യൂ ചെയ്ത നോട്ടീസ് അല്ല, തമിഴക ആയർ പേരവ ഇഷ്യൂ ചെയ്ത നോട്ടീസ് ഇല്ല. ഇത് ഫേക്കാണ്. ഇത് അവർ യാതൊരു നോട്ടീസും ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇവർ ഇങ്ങനത്തുള്ള കള്ളത്തനം ആരോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ നോട്ടീസ് ഇറക്കിയത് ആരെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഈ കള്ളത്തനം ചെയ്യുന്നത് തെറ്റാണ്. തമിഴക ആയർ പേരോ ചർച്ചുകളോ ആരും ഈ നോട്ടീസ് കൊടുത്തിട്ടില്ല. ഇത് വളരെ മോശമാണ്. ഇത് നമ്മുടെ മൈനോറിറ്റി മക്കളിനെ ഏമാത്തരുത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് തെറ്റാണ്. സംഭവത്തിൽ അന്വേഷണം വേണമെന്നതാണ് BJPയുടെ ആവശ്യം. നോട്ടീസ് വിതരണത്തിന് പിന്നിൽ DMK കോൺഗ്രസ് സഖ്യമാണെന്നതാണ് ആക്ഷേപം. ജനം, കന്യാകുമാരി.